തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പമ്പയുടെ തീരത്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്ന പ്രധാന വേദിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട 3500 പ്രതിനിധികളിൽ നിന്ന് ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും സമഗ്ര വികസനം നടപ്പാക്കുക എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ആഗോളതലത്തിൽ ശബരിമലയെ ഉയർത്തുക, ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റുക എന്നതാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ലക്ഷ്യം വെക്കുന്നത്. ശബരിമലയുടെ സമഗ്ര വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് നോക്കാം. ശബരി റെയിൽപാത, റോപ്പ് വേ, ശബരിമല വിമാനത്താവളം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ മാസ്റ്റർ പ്ലാൻ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ സഹായത്തോടെ 2006 ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. 2007 സംസ്ഥാന സർക്കാർ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ നടപ്പാക്കാൻ 2009 ഹൈക്കോടതി ഉന്നതാധികാര സമിതി രൂപീകരിച്ചു. എന്നാൽ ഇക്കോ സ്മാർട്ട് തയ്യാറാക്കിയ പ്ലാനിൽ നിരവധി പോരായ്മകൾ ഉണ്ടായിരുന്നതിനാൽ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി പൂർണ്ണമായും അംഗീകരിച്ചില്ല. തുടർന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ പദ്ധതിയാണ് അംഗീകരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ശബരി പാതയാണ് ഇതിൽ പ്രധാനമായ ഒരു വികസനം. അങ്കമാലി മുതൽ എരുമേലി വരെ 111.48 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ പാത. ശബരിമല തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം സുഗമമാക്കുന്ന പ്രധാന പദ്ധതിയാണിത്. എന്നാൽ അതിനപ്പുറം കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വികസന കുതിപ്പിന് കൂടി ശബരിപാത തുടക്കമിടും. മധ്യ കേരളത്തിലെ 14 പട്ടണങ്ങൾക്ക് ട്രെയിൻ യാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതി കൂടിയാണിത്. ഒപ്പം ഇടുക്കി ജില്ലയിലേക്കുള്ള ആദ്യ റെയിൽവേ പാത കൂടിയാകും ഇത്. അങ്കമാലി മുതൽ കാലടി വരെയുള്ള 8 കിലോമീറ്റർ പാത മാത്രമാണ് ഇതുവരെ നിർമ്മിക്കാനായത്. തൊടുപുഴ വരെ സാമൂഹിക ആഘാത പഠനം പൂർത്തിയാക്കിയതിനാൽ ഒന്നാം ഘട്ടമായി തൊടുപുഴ വരെ ഭൂമി ഏറ്റെടുക്കാൻ കാലതാമസമുണ്ടാകില്ല. 416 ഹെക്ടർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ ഇനി പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടത്. ശബരിപാത രണ്ടാം ഘട്ടമായി പുനലൂർ വഴി തിരുവനന്തപുരത്തേക്ക് നീട്ടണമെന്ന ആവശ്യവും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയാണ് പ്രധാനമായ മറ്റൊന്ന്. ഈ പദ്ധതി പുരോഗമിക്കുകയാണ്. ഡിസംബറോടുകൂടി എല്ലാ അനുമതിയും ലഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പറഞ്ഞത്. മധ്യ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ ഈ വിമാനത്താവളം വരുന്നതോടുകൂടി മാറും. കാരണം ഇത് ശബരിമല തീർത്ഥാടകർക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ അവസരമൊരുക്കും എന്നത് മാത്രമല്ല, സമീപ ജില്ലകളിൽ നിന്നുള്ള പ്രവാസികൾക്കും യാത്ര എളുപ്പമാക്കും. ഒരുപാട് വിദേശ തീർത്ഥാടകരെ ശബരിമലയിലേക്ക് എത്തിക്കാനും ആകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 2500 ഏക്കറിലാണ് വിമാനത്താവളം വിഭാവനം ചെയ്യുന്നത്. 7047 കോടി രൂപയാണ് ആകെ ചിലവ് പ്രതീക്ഷിക്കുന്നത്. 70 ലക്ഷം യാത്രക്കാർക്ക് വർഷത്തിൽ യാത്ര ചെയ്യാനാകുന്ന വിധത്തിലായിരിക്കും വിമാനത്താവളം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. എല്ലാത്തരം വിമാനങ്ങളും ഇറങ്ങാനുള്ള സൗകര്യമുണ്ടാകും. പത്തനംതിട്ടയ്ക്കടുത്ത് ചെറുവള്ളിയിലാണ് നിർദ്ദിഷ്ട വിമാനത്താവളം നിർമ്മാണം ആരംഭിക്കുക. ഇനി ശബരിമലയിലേക്ക് എത്തിയാൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് 355 കോടി രൂപയുടെ 4 പദ്ധതികളാണ്. ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശബരിമലയെ സമ്പൂർണ്ണ ഹരിത തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം. പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഗണപതി കോവിലിലേക്ക് സുരക്ഷാ പാലം നിർമ്മിക്കുന്നത് പദ്ധതിയിൽ പ്രധാനമാണ്. 50 കോടിയാണ് നിർമ്മാണ ചെലവ്. 138 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള പാലമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇരുവശത്തും 2 മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട്. ബംഗളൂരു ആസ്ഥാനമായ ഫേസ് ആർക്കാണ് പദ്ധതി രേഖ തയ്യാറാക്കിയത്. വാസ്തുശാസ്ത്ര പ്രകാരം സന്നിധാനത്തിലെ പുതിയ പ്രസാദ മണ്ഡപം, തിരുമുറ്റം വിസ്തൃതി കൂട്ടൽ, തന്ത്രി മേൽശാന്തി മഠങ്ങൾ, ദേവസ്വം ഓഫീസ്, പിൽഗ്രിം അമ്യൂണിറ്റി സെന്റർ എന്നിവ ഉൾപ്പെടുന്ന സമുച്ചയമാണ് മറ്റൊന്ന്. 10 കോടിക്കടുത്താണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിലയ്ക്കൽ അടിസ്ഥാന താവള വികസനത്തിനായി 180 കോടിയുടെ വലിയ പദ്ധതിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ, ഓഫീസ്, പിൽഗ്രിം സെന്ററുകൾ എന്നിവയെ ബന്ധിപ്പിച്ച് 9 കിലോമീറ്റർ പുതിയ റോഡ്, സുരക്ഷാ ഇടനാഴി, ഉയരം കുറഞ്ഞ സ്ഥലങ്ങളിൽ പാലം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനിയൊരു പ്രധാന പദ്ധതി ശബരിമല റോപ്പ് വേ ആണ്. ആഗോള സംഗമ വേദിയിലും മുഖ്യമന്ത്രി റോപ്പ് വേയെക്കുറിച്ച് എടുത്തു പറയുകയുണ്ടായി. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനത്തേക്ക് 2.7 കിലോമീറ്റർ ദൂരത്തിൽ റോപ്പ് വേ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയിലൂടെ അത്യാവശ്യ സാധനങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ, ആവശ്യക്കാർക്ക് സഹായം എന്നിവ എത്തിക്കാനും അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസുകൾ കൊണ്ടുപോകാനും സാധിക്കും. തീർത്ഥാടകർക്ക്, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സുരക്ഷിതവും ആയാസരഹിതവുമായ യാത്രാ സൗകര്യവും ഇതിലൂടെ ലഭിക്കും.